ഓരോ സീസണുകളിലും പുതിയ മോഡൽ വസ്ത്രങ്ങൾ ടെക്സ്റ്റൈൽസുകളിൽ വരാറുണ്ട്. എൻ്റെ വീട്ടിൽ ഉപ്പ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ട്രെൻഡിങ്ങുള്ള വസ്ത്രങ്ങളൊന്നും എനിക്ക് വാങ്ങിത്തരാറില്ല. അതിലെന്താ ഇത്ര പ്രശ്നം? വസ്ത്രമായാൽ പോരെ? അപ്പോൾ ഈ ട്രെൻഡിങ്ങുള്ള വസ്ത്രം എന്ന് ഉദ്ദേശിച്ചത് ഈ സ്ക്രാച്ച് ഉള്ള പാൻറ്റ്, അതുപോലെ തന്നെ ബാഗി പാൻറ്റ്, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ചോദ്യത്തോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, ഫുട്ബോളിൽ ഷോർട്സ് ഇട്ട് കളിക്കുമ്പോൾ മുട്ടുകാല് കാണുന്നത് പ്രശ്നമാണോ? അപ്പോൾ ഇനി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമുണ്ട്, കുഴപ്പമില്ല, കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ 2-3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും പിന്നെ അതിനോടൊപ്പം മുടി വെട്ടുന്ന കാര്യത്തിൽ മുള്ളറ്റ് രൂപത്തിൽ മുടി വെട്ടാൻ പറ്റുമോ? അതുപോലെ മുടി ബാക്കിലോട്ട് വളർത്താൻ പറ്റുമോ? മുടി വെട്ടുന്ന രീതി എന്താണ് എന്നൊക്കെയാണ് ചോദ്യം. മറുപടി പറയുന്നത് ബഹുമാന്യനായ ഷബീബ് സുലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഉണ്ടാ? അപ്പോൾ എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്. നമുക്കുള്ള റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതുമില്ല. പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? കാരണം നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആമുഖത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വഖൈറുൽ ഹദീസ് കിതാബുല്ലാ വഖൈറുൽ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളൊക്കെ കേട്ടതാണ്. എന്താണ് പറഞ്ഞത്? ഏറ്റവും നല്ല വർത്തമാനമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കിതാബാണ്, അള്ളാഹ് പറഞ്ഞ വർത്താനാണ്. ഏറ്റവും നല്ല ചര്യ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ ഡ്രസ്സിൻ്റെ വിഷയത്തിലൊരു പ്രശ്നമുണ്ട്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പയും ഉമ്മയുമായ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ഉമ്മയെയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പിശാച് കളിച്ച കളി എന്തായിരുന്നു? ആ പഴം ഭക്ഷിപ്പിച്ചു. ആ പഴം ഭക്ഷിച്ചപ്പോൾ എന്താ ഉണ്ടായത്? അവർക്ക് അവരുടെ നഗ്നത പുറത്ത് വെളിവായി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫളില് കൊണ്ട് അവരുടെ നഗ്നതകളെ ഒരു പ്രത്യേക രൂപത്തിൽ അള്ളാഹ് മറച്ചു വെച്ചിരുന്നു. ആ നഗ്നത അവർക്ക് വെളിവായത് പിശാചു കാണിച്ച, അതല്ലെങ്കിൽ പിശാചിൻ്റെ കുതന്ത്രത്തിൽപ്പെട്ട് അവർ ആ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ്. അതാണ് പിന്നീട് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താകുവാൻ കാരണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുടെ തുണി ഉരിഞ്ഞവനാണവൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നഗ്നതകൾ എങ്ങനെയൊക്കെ പുറത്ത് കാണിക്കാമെന്നും അതു കാരണത്താൽ സ്വർഗം നമുക്ക് എങ്ങനെയൊക്കെ അന്യമാക്കാമെന്നും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇബ്ലീസ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിന് നമ്മളായിക്കൊണ്ട് നിന്നു കൊടുത്താൽ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പക്ക് കുറച്ചു കാലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എങ്കിൽ അദ്ദേഹം അള്ളാഹുവിനോട് തൗബ ചെയ്ത് അദ്ദേഹത്തിന് അള്ളാഹ് പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിക്കോളെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം മാന്യമായ രൂപത്തിൽ മറയുന്ന വസ്ത്രമായിരിക്കണം നാം ധരിക്കേണ്ടത്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തെ മാന്യമായ രൂപത്തിൽ മറക്കണം. യാ ബനി ആദമ ഖദ് അൻസല ഇലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും വരീശ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആദമിൻ്റെ മക്കളെ, നിങ്ങൾക്കു നാം വസ്ത്രം അവതരിപ്പിച്ചു തന്നത് നിങ്ങളുടെ നഗ്നത മറക്കുവാനാണ്, അതിനാണ് നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങളും നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മുടെ നഗ്നതകൾ മറയുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായത് ഇടാൻ പാടില്ല, നല്ല ടൈറ്റായത് ഇടാൻ പാടില്ല. ശരീരത്തിലേക്ക് ഇറുകി പിടിച്ച് നിൽക്കുന്നത് ഇടാൻ പറ്റില്ല, അതേപോലെ തന്നെ വല്ലാതെ ലൂസായി കിടക്കുന്നതും പറ്റില്ല. ഒരു മാന്യമായ രൂപത്തിലുള്ളതാകണം. അതേപോലെ തന്നെ പുരുഷനാണ് എങ്കിൽ അവൻ്റെ അരയുടുപ്പ് അവൻ്റെ കണങ്കാലിൻ്റെ മധ്യത്തിൽ വെച്ചാണ് അവസാനിക്കേണ്ടത്. കണങ്കാലിൻ്റെ മധ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ വരേക്കാണ് വരിക. ഇവിടെ വെച്ച് അവസാനിക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവനവൻ്റെ കൈ കൊണ്ട് അളന്നാൽ ഒരു ചാണ്,
ആ ഒരു ചാണ് വരെ താഴ്ത്തി വെക്കാന്നുള്ളത് നമുക്ക് നൽകിയിട്ടുള്ള എക്സ്ക്യൂസാണ്. അതിൻ്റെയും താഴത്തേക്ക് പോകുക എന്നുള്ളത് പ്രയാസമാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ മേലെയാണ് ട്രെൻഡ്, അതുകൊണ്ട് ഇപ്പം മേലെയാണ്. ആ ട്രെൻഡ് നമ്മൾ ഏതോ ഒരു ശൈത്താനെ കണ്ടിട്ടാണ് എന്താക്കിയത്, സ്വീകരിച്ചത് എന്നതുകൊണ്ട് അതുകൊണ്ട് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, കുറ്റം കിട്ടും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ആ രൂപത്തിലേ ജീവിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പായ നമുക്ക് ഒന്നുമിടാം, നമ്മൾ ആ പാൻറ് ഒന്നുമിടാം. എന്താ കാരണം? ട്രെൻഡിനനുസരിച്ച് മാറുന്ന പ്രശ്നമല്ല. നമുക്കൊന്നും ഒരു കുപ്പായം എന്നൊരു പാൻറ്റാണ്. മറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിനിട്ട് അടുത്ത കല്യാണത്തിന് ഇടാൻ പറ്റില്ല. ഒന്ന് സ്കൂൾക്ക് പോയപ്പെട്ട് പിറ്റത്തെ സ്കൂൾക്ക് പോകുമ്പോൾ ഇടാൻ പറ്റില്ല. കാരണം ട്രെൻഡ് മാറിയിടേ, എന്താണ് ഇതിട്ട് കൊണ്ട് വരുന്നതെന്ന് നോക്കും. നമ്മൾ ട്രെൻഡിനെ തീരെ പരിഗണിക്കണില്ലെങ്കിലോ ഒരു പ്രശ്നമില്ല, എന്നും ഒരേ ട്രെൻഡ്. അതേതാ ട്രെൻഡ്? ഇസ്ലാമിൻ്റെ ട്രെൻഡ് എന്നുള്ളതാണ്. പിന്നെ ഈ മുടി വളർത്തുക, ചെത്തിക്കോരിങ്ങനെ എന്തൊക്കെ എന്താ പറയുക, പല കോലത്തിലൊക്കെ ആക്കി വെച്ച മനുഷ്യന്മാരെ കാണാം. ചിലപ്പോൾ ബാർബർക്കൊന്നും ഇങ്ങനെ പേച്ചാൽ പിന്നെ അതേമാതിരി ഇങ്ങനെ പുറത്ത് കൂടി എടുക്കലാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതായാലും പൈസ കൊടുത്ത് വെട്ടിച്ചാണ്, എന്നാൽ മര്യാദയ്ക്ക് ചെറുതാക്കിയാണ് വെട്ടിക്കൂടെ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച കുറച്ച് ആൾക്കാരുണ്ട്, നബിൻ്റെ ശാപം കിട്ടിയ ആൾക്കാർ. ജൂതന്മാർ മുടിവെട്ടണമാര് വെട്ടരുത് എന്ന് പറഞ്ഞു. ജൂതന്മാരെ മുടിവെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോയിട്ട് കാർന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ മാത്രം വെക്കും. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വെട്ടാണ്. നമ്മൾ ആരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമായിട്ടില്ലാണ്ടെങ്കിണ്ടാണ് പ്രശ്നം എന്താണെന്നറിയോ, പിന്നെ ആളുകൾ പിന്നെ നമ്മളെ വെറുക്കുന്നുള്ളതാണ്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ നമ്മെ ഇഷ്ടപ്പെടും. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തു കൂട്ടേണ്ടതില്ല. ഒരു സമുദായം എന്നുള്ള നിലക്ക്, മുസ്ലിം സമുദായം എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊക്കെ നമുക്ക് മാതൃക ഉണ്ട്. നബി മുടി വെട്ടിയ ആളാണ്. നബിയുടെ മുടി കുറ്റിയായിട്ട് നബി വെട്ടുമായിരുന്നു. നബിയുടെ മുടി ചില സമയത്ത് നബിയുടെ ചെവിട് വരെ ഇറങ്ങി നിൽക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ നബിയുടേത് ഷോൾഡറിൻ്റെ ഇവിടെ വരെ വരാറുണ്ടായിരുന്നു. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഷോൾഡറിൻ്റെ ഇവിടെ വരെ ഇറക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നാട്ടിലെ സംസ്കാരം ആ സംസ്കാരം നമ്മൾ മോശപ്പെട്ട ആളുകളുടെ സംസ്കാരമാണ് ഈ രൂപത്തിൽ മുടി നീട്ടി വളർത്തുന്നത് എങ്കിൽ ഒരു മുസ്ലിം എന്താക്കരുത്, അങ്ങനെ പോകരുത്, അങ്ങനെ പോകാൻ പാടില്ല എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വേഷമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ബൈക്കുമ്പോൾ പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂട്ടറുമ്പോൾ പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ടീം സ്പേസ് കഴിഞ്ഞാൽ പോണ സമയത്ത് നമുക്ക് മരണം സംഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ കാസർഗോഡ് ടീം സ്പേസിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഇന്ന് 6 അടി മണ്ണിൻ്റെ താഴെയാണുള്ളത്. അള്ളാഹു അവന് മഅഫ്റത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ടീം സ്പേസിൽ ഇതേപോലെ ഒരു പാനൽ ഡിസ്കഷൻ സെഷനിൽ ചോദ്യം ചോദിക്കാൻ മുമ്പിലുണ്ടായിരുന്ന ആൾ ഇന്ന് 6 അടി മണ്ണിൻ്റെ അടിയിലുള്ളത്. നമ്മൾ ടീം സ്പേസ് കഴിഞ്ഞ് പിന്നെ മെസ്സേജിൽ കാണുന്നത് മരിച്ചു എന്നുള്ള വർത്തനാണ്. ഏത് സമയത്തും നമ്മൾ ഈ ദുനിയാവിന്ന് വിട പറഞ്ഞു പോകേണ്ട ആളുകളാണ്. ആ വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ 2 മലക്കുകൾ അവിടെ വരുമെന്നും ആ 2 മലക്കുകൾ നമ്മെ പിടിച്ചിരുത്തുമെന്നും ആ ഇരുത്തുന്ന ആളുകൾ മൻ റബ്ബുക വമാ ദീനുക എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ മുടിയും തലയും കോലൊക്കെ കണ്ടാണ് എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? മലക്കുകൾ ചോദിക്കൂല, ഏത് ഇസ്ലാമാണ് എൻ്റെ തല കണ്ടിട്ടാൽ മനസ്സിലാണ് ഞാൻ പറയില്ല. നമ്മൾ ആലോചിച്ച് നോക്കാണ്, നമ്മുടെ മുടിയും തലയൊക്കെ കണ്ടിട്ട് എങ്ങനെ നമ്മളൊരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റും? ഒരു മുസ്ലിമിനൊരു സംസ്കാരമുണ്ട്. ലോകത്ത് ഉന്നതമായ സംസ്കാരത്തിൻ്റെ ഉടമകളായിക്കൊണ്ടാണ് മുസ്ലിമീങ്ങളുള്ളത്. വിശുദ്ധ ഖുർആനും പറഞ്ഞത് അതാണ്, കുൻതും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞത്, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്നാ പറഞ്ഞത്. അത് പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ്, അത് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടാണ്, അലി റളിയല്ലാഹു അൻഹുവിനോടാണ്. ഇങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത സഹാബിമാരോടാണ് പറഞ്ഞത്. അവരുടെ ഒരു സംസ്കാരമുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും മുടിവെട്ടുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ അവിടെയാണ്. ആ സംസ്കാരത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ആളുകളായിക്കൊണ്ട് മാറാൻ പറ്റും. ഒരു ആയത്ത് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതാണ്. അള്ളാഹ് പറഞ്ഞ എന്താണെന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് ആർജവത്തോടു കൂടി പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവനായി കൊണ്ടാരുമില്ല എന്നാണ്.
അപ്പോൾ ഏറ്റവും നല്ല വർത്തമാനം പറയുമ്പോൾ ഏറ്റവും നല്ല മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ കഴിയണം. ഏറ്റവും നല്ല മുസ്ലിമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വേഷവിധാനത്തിലും നമ്മുടെ എല്ലാ അർത്ഥത്തിലും നല്ലവനാകുവാൻ കഴിയുക എന്നതാണ്. നമുക്ക് മാതൃകയാക്കുവാൻ ലോകത്തിൻ്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ലോകത്ത് മറ്റൊരാൾക്കും അതില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് രണ്ട് കാര്യം മാത്രം. ലോകത്ത് രണ്ടേ രണ്ട് അനുസരണേ ഉള്ളൂ. എത്ര അനുസരണം? രണ്ടേ രണ്ട് അനുസരണം. ഒന്നുകിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്രഷ്ടാവായ അള്ളാഹിനെ അനുസരിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഏതോ ഒരു മനുഷ്യനെ അനുസരിക്കുക. ഏത് ഓപ്ഷനാണ് ബുദ്ധിയുള്ളതെന്ന് തിരഞ്ഞെടുക്കുക? ഒന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സ്രഷ്ടാവായ അള്ളാഹിനെ അനുസരിക്കുക, അതല്ല എങ്കിൽ നമ്മളെപ്പോലെ വിവരമില്ലായ്മയും അതുപോലെ തന്നെ നമ്മളെപ്പോലെ പരിധികളുമുള്ള മനുഷ്യന്റെ ചിന്തകളെ അനുസരിക്കുക. ഇതല്ലാത്ത വേറെ അനുസരണ ലോകത്തില്ല. ഏതൊരു പ്രത്യയശാസ്ത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ തലയിൽ നിന്നേക്കാരം. ഏതൊരു മോഡൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ വന്നത് ഒരു മനുഷ്യന്റെ തലയിൽ നിന്നായിരിക്കും. അതേപോലെ എന്നാൽ ഇസ്ലാം പറയുന്ന മോഡലിൻ്റെ പ്രത്യേകത, ഇസ്ലാം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, അത് 7 ആകാശങ്ങൾക്ക് മുകളിൽ അർശിൻ്റെയും മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. അത് എല്ലാ കാലഘട്ടത്തേക്കും അനുയോജ്യമാണ്. ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അയ്യേ മോശം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആവുകയില്ല. അങ്ങനെയാണെന്ന് തോന്നുന്ന ചില ആളുകൾ അവർ പിന്നീട് പിൻപറ്റേണ്ടത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ മഴയിൽ മുളച്ച ചെടികളെപ്പോലെ എവിടെ നിന്നോ ഉണ്ടായി വന്ന ചില ആളുകളുടെ ചിന്തകളെ മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും മാന്യമായ വസ്ത്രം നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നതാണ്. ഏറ്റവും മാന്യമായ രൂപത്തിലുള്ള ഏത് രൂപവും നമുക്ക് സ്വീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.